എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം കണ്ടീഷണൽ സെന്റൻസ് ആണ് നമ്മൾ എടുത്തിരുന്നത് അല്ലേ? അപ്പോൾ അതിന്റെ കുറച്ച് എക്സസൈസ് ആണ്. ഒരു 40 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും അതൊന്ന് ചെയ്തേക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, if had my breakfast dash. Option A, I would not be tired. Option B, I would not be tried. C, I would not have been tired. Option D, I would not have tired. വേഗം ചെയ്യാം. ഓക്കെ, ഇത്ര സമയം മതി. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, യു വിൽ നോട്ട് പാസ് അൺലെസ് ഡാഷ്. അപ്പൊ ഇതിന്റെ എല്ലാവരും ശ്രദ്ധിക്കും, ഇതിന്റെ ആൻസർ എവിടെയെന്ന്. ഇതിന്റെ ആൻസർ ലാസ്റ്റ് ആയിരിക്കും പറഞ്ഞിരുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിന്റെ കംപ്ലീറ്റ് ഇത് ചെയ്തതിന് ശേഷം ആൻസർ നോക്കിയിട്ട് ഇതിന്റെ മാർക്ക് ഈ ക്ലാസ്സിന് താഴെ കമന്റിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുക കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ടോപ്പർ എന്ന് പറയുന്ന നമ്മുടെ ടെലഗ്രാം ചാനലിലേക്കും ജോയിൻ ചെയ്യുക, ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനലായ ടോപ്പർ PSC എന്നുള്ള നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പുതിയ പുതിയ ക്ലാസ്സിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്തേക്കാം കേട്ടോ. അപ്പൊ അതൊന്നും മറക്കരുത്. ഈ ക്വസ്റ്റ്യൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും ചെയ്ത് അല്ലെ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത ദിവസം ഇംഗ്ലീഷിന്റെ ഇതിനകത്ത് ഏതെങ്കിലും തരത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ ചോദിക്കാം. അപ്പൊ ഞാൻ അതിനകത്ത് പറഞ്ഞുതരാം. അല്ലേല് നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ വന്നാലും മതി കേട്ടോ. നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇവിടെ താഴെ പറഞ്ഞിട്ടുണ്ട്, അതായത് Topper_PSC എന്നുള്ളതാണ് നമ്മുടെ ടെലഗ്രാം ചാനല്. അപ്പൊ അതിനകത്തോട്ട് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എന്താണ് തേർഡ് ക്വസ്റ്റ്യൻ, ഇഫ് രാഹുൽ പ്ലേഡ് വെൽ he will win the match, he wins the match, he would win the match, he would have won the match. Next question പോവാം. If he had informed me about the price hike, 2017 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. I had bought some in advance. Option B, I will busy some in advance. Option C, I would have bought some in advance. Option D, I bought some in advance. The next question, fifth question ആണ്, had I not this dash. Option A, I would keep him at a distance. Option B ആണ് കേട്ടോ, B ആണ്, C അല്ല. Option B, I would have keep him at a distance. Option C, I will have kept him at a distance. Option D, I would have kept him at a distance. Okay, മതി, ഇത്ര മതി. The next question, if you dash, I would have trained you. Sixth question ആണ് കേട്ടോ, sixth. Option A, wanted. Option B, wants. Option C, will want. Option D, had wanted. If you dash, I would have trained you എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ആൻസർ? എല്ലാവർക്കും ഇപ്പൊ കിട്ടിയിട്ടുണ്ടാവും അല്ലെ? Yes, the next question, if you went there, you. Option A, could see it. B, can see it. C, could have seen it. D, could have see it. Next question ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. Eighth question, he would not have failed if he enough money. Option A, would have. B, had had. C, would have had. D, was having. 2017 എറണാകുളം കണ്ണൂർ LD ക്ലാർക്ക് വേരിയസ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്.
He would not have failed if he dashed enough money. Next question. 9th. If you throw the knife, dash. Option A, I will get down. B, I get down. C, I would get down. D, I would got down. 2017 ഇടുക്കി ആലപ്പുഴ കാസർഗോഡ് LD ക്ലർക്ക് വേരിയസ് ചോദിച്ചിരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് യു ത്രോ ദ നൈഫ് ഡാഷ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്താണ്? ഒരു ഗിഫ്റ്റ് തരുന്ന കാര്യം അല്ലേ. 3K ആകുമ്പോൾ സബ്സ്ക്രൈബേഴ്സ്, അതായത് സബ്സ്ക്രിപ്ഷൻ, നമ്മുടെ ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സ് 3K ആകുന്ന ദിവസം 5 പേർക്ക് മലയാളത്തിന്റെ ഒരു പുസ്തകം കൊടുക്കുന്നതാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഗിഫ്റ്റ് ആയിട്ട്. അപ്പൊ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ അവരോട് പറയണം. 3K ആകുമ്പോഴായിരിക്കും ഞാൻ ഈ 5 പുസ്തകങ്ങൾ 5 പേർക്ക് കൊടുക്കുന്നത്. അപ്പൊ എല്ലാവരും അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചേക്കാം കേട്ടോ. 10th question ചെയ്തോളൂ. She wouldn't have yawned the all day if she dashed late last night. Option A, doesn't stay up. Option B, didn't stay up. C, hadn't stayed up. D, don't stay up. ഇതും പത്തനംതിട്ട പാലക്കാട് 2017 LD ക്ലർക്ക് വേരിയസ് ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. എന്നാൽ ലിഫ്റ്റ് ക്ലോസ് എന്ന് ചോദിച്ചിട്ടുണ്ടെന്ന് അർത്ഥം. യെസ്, സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ലേ. കണ്ടീഷണൽ സെന്റൻസ് സിമ്പിൾ ആണ്, പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്ന അല്ലേ ഒരു ഭാഗം കൂടിയാണ്. 11th question. If you had started early, you dash reached on time. Option A, would. Option B, would have. Option C, will. Option D, will have. ഇതും 2017 LD ക്ലർക്കിന് ട്രാൻസ്ഫറിൽ ബൈ ട്രാൻസ്ഫർ, അതായത് മറ്റൊരു ടെസ്റ്റ് ട്രാൻസ്ഫർ വന്നിരിക്കുന്ന ഒരു ടെസ്റ്റിൽ വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. LD ക്ലർക്ക് തന്നെയാണ്. അപ്പൊ അതും 2017 വന്ന മറ്റൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഇതിന്റെ 3 റൂൾസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നു അല്ലെ എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു സന്തോഷകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്. Then 12th question. Choose the correct sentence. If you would have succumbed to his pressures, we would have lost faith in you. Option A, had you been. Option B, if you would be. Option C, if you had. D, if you would have been. 2017 LDS various കോട്ടയം വയനാട് ചോദിച്ചിരിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ചെയ്തോളൂ. Next question. പതിമൂന്നാമത്തെ question. If you study well dash. You ചെറുതാക്കി തരാം ഓപ്ഷൻ, അപ്പോൾ ഒരുമിച്ച് കിട്ടും. You would get first rank. B, you get first rank. C, you getting first rank. D, you will get first rank. ഇത് ഫയർമാൻ, അതുപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ്, വുമൻ പോലീസ് കോൺസ്റ്റബിൾ 2017 ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തില് സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, topper_PSC എന്ന് പറയുന്നതാണ് നമ്മുടെ ടെലഗ്രാം ചാനൽ. അത് ജോയിൻ ചെയ്യാം. നമ്മുടെ യൂട്യൂബിലുള്ള ക്ലാസ്സുകളൊക്കെ എല്ലാം കാണുക കേട്ടോ. അപ്പൊ അതേപോലെ തന്നെ ചാനലിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മെയിൻ ആയിട്ട് ഞാൻ ഇംഗ്ലീഷ് ആണ് എടുക്കുന്നത്. 14ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് യു ഹാഡ് ഗോൺ ദർ ഇൻ ടൈം. ഓപ്ഷൻ എ, യു വുഡ് ഹാവ് മെറ്റ് ഹിം. ബി, യു വുഡ് മീറ്റ് ഹിം. സി, യു വിൽ മീറ്റ് ദം. ആൻഡ് ഡി, യു ക്യാൻ മീറ്റ് ദം. ഏതാണ്? ഇതും 2017 വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് റവന്യൂ ആലപ്പുഴ കോട്ടയം തൃശൂർ വയനാട് കണ്ണൂർ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. If you follow my instructions carefully dash. Option A, you would be happy. B, you would have confused. C, you will find it quite easy. D, you will be lost. ഇതും 2017 വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് റവന്യൂ തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, കാസർഗോഡിൽ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്.
അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ഐ ഹാഡിൻ റൺ ഫ്രം ദ ഡാഷ്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് വീണ്ടും വന്നിരിക്കുന്നത് കേട്ടോ. ഓപ്ഷൻ എ, ദ സ്നേക്ക് വിൽ കിൽ മീ. ബി, ദ സ്നേക്ക് വുഡ് ഹാവ് കിൽഡ് മീ. സി, ദ സ്നേക്ക് വുഡ് കിൽഡ് മീ. ഡി, ദ സ്നേക്ക് ഹാവ് കിൽഡ് മീ. കൊല്ലം, എറണാകുളം ആൻഡ് മലപ്പുറം, കാസർഗോഡ് 2017 ചോദിച്ചിരിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണിത്. നമ്മൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ അതിൽ നിന്ന് അറിവ് കിട്ടും. പിന്നെ പ്രീവിയസ് ചെയ്യുന്നത് വഴി ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പോലും നിങ്ങൾ മിസ്സാക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ഐ ഹാഡ് നോൺ യു വർ ഇൻ ഹോസ്പിറ്റൽ. ഓപ്ഷൻ എ, ഐ വുഡ് കം ടു സീ യു. ബി, ഐ വിൽ കം ടു സീ യു. സി, ഐ വുഡ് ഹാവ് കം ടു സീ യു. ഡി, ഐ വുഡ് ഹാവ് കം ടു സീ യു. നിങ്ങൾ ജസ്റ്റ് അതിന്റെ വെർബ് ഫോം മാത്രം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നതാണ്. വേറെ കൂടുതലായിട്ടൊന്നും നോക്കേണ്ട ആവശ്യമേ നിങ്ങൾക്കില്ല കേട്ടോ. ഞാൻ പറഞ്ഞിരുന്നു റൂൾസ്. അപ്പോൾ റൂൾസ് അറിയാത്തവര് ഇതിന്റെ തൊട്ട് മുന്നത്തെ ക്ലാസ് ഒന്ന് കാണുക. ഇതിന്റെ റൂൾസ് ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന്. അപ്പൊ അത് കണ്ടതിന് ശേഷം ഇതൊന്ന് അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും കേട്ടോ. 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ഐ ഹാഡ് നോട്ട് ഗോൺ ദർ ഡാഷ്. ഓപ്ഷൻ എ, ദ ഡോഗ് വുഡ് അറ്റാക്ക്ഡ് മീ. ബി, ദ ഡോഗ് വുഡ് ഹാവ് അറ്റാക്ക്ഡ് മീ. സി, ദ ഡോഗ് വുഡിൻ ഹാവ് അറ്റാക്ക്ഡ് മീ. ഡി, ദ ഡോഗ് വുഡിൻ അറ്റാക്ക് മീ. ഇത് 2017 അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ജയിൽ, യെസ്, അതിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അധികം ടൈം വേണ്ട, നമുക്ക് കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ടക്ക എന്ന് പറഞ്ഞാൽ ചെയ്യാൻ സാധിക്കും. അപ്പൊ എല്ലാവരും വേഗം അത് റൂൾസ് മര്യാദ പഠിക്കുക കേട്ടോ. ഇഫ് യു ലേൺ വെൽ ഡാഷ്. ഓപ്ഷൻ എ, യു വുഡ് പാസ്. ബി, യു കുഡ് പാസ്. സി, യു വുഡ് ഹാവ് പാസ്ഡ്. ഡി, യു വിൽ പാസ്. ഞാനിത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തായാലും പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ് എന്റെ വിശ്വാസം. ക്ലാസ്സിൽ വന്നിരിക്കുന്നവർക്ക് കേട്ടോ. ക്ലാസ്സിൽ റൂൾസ് അറിയാതെ വന്നു കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ വീണ്ടും പറയുവാണ്, ഇതിന്റെ തൊട്ട് മുന്നത്തെ റൂൾസിന്റെ ക്ലാസ് ഒന്ന് കണ്ടിട്ട് വന്നാൽ നല്ലത്. അടുത്ത ക്വസ്റ്റ്യൻ, 20ാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് ഹി ഹാഡ് ചലഞ്ചഡ് മീ I dash him a lesson. Option A, would teach. B, will teach. C, would have taught. D, would have been taught. ഇത് നിങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ല, ഇതിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ അടക്കം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു ക്ലാസ് വേണമെന്ന ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക കേട്ടോ. കമന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അത് എടുത്തു തരുള്ളൂ. കാരണം ഞാൻ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് അറിയാമെന്നായിരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ ഒന്ന് കമന്റ് ചെയ്യുക. എനിക്ക് ഇതിന്റെ എക്സ്പ്ലനേഷൻ വേണം, ഒന്ന് എനിക്ക് പറഞ്ഞു തരുമോ, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി, എക്സ്പ്ലെയിൻ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാൻ പറ്റും. കമന്റ് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ എക്സ്പ്ലെയിൻ ചെയ്ത് ക്ലാസ് എടുത്തു തരുന്നതായിരിക്കും. 21ാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് ഹി ഡാഷ് ഏർലിയർ ഐ വുഡ് മീറ്റ് ഹിം. ഓപ്ഷൻ എ, കെയിം. ബി, കംസ്. സി, കം. ഡി, കമ്മിങ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന കേസ് ഞാൻ പറഞ്ഞിരുന്നു. 3K ആകുമ്പോഴേക്കും 5 പേർക്ക് ബുക്ക് ഞാൻ കൊടുക്കുന്നതായിരിക്കും. ആ ബുക്ക് എന്ന് പറഞ്ഞാല് മലയാളത്തിന്റെ ഇതേവരെ ചോദിച്ചിരിക്കുന്നതായിട്ടുള്ള എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻസും അടങ്ങിയിരിക്കുന്ന ഒരു പുസ്തകമാണ്. അതെല്ലാവർക്കും ഉപകാരപ്രദമാവുന്ന ഒന്നാണ്. അപ്പോൾ നമുക്ക് 10 മാർക്കും സ്കോർ ചെയ്യണമെങ്കിൽ ആ ബുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് അതിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാനുള്ളത് കിട്ടും കേട്ടോ. അപ്പൊ അത് അങ്ങനെ ഒരു പുസ്തകമാണത്. അപ്പോൾ എല്ലാവരും മാക്സിമം എന്ത് ചെയ്യാം, ക്ലാസ് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ പറയാം കേട്ടോ. യെസ്. 22ാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് ദേ സ്റ്റാർട്ടഡ് early dash. ഓപ്ഷൻ എ, they will reach in time. B, they would reach in time. C, they would have reached in time. D, they would have been reached in time. 2017 ഫീൽഡ് അസിസ്റ്റന്റ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 23, if I were a bird dash. Option A, I will fly. B, I would fly. C, I would have fly. D, it would have fly. ഇത് 2016 വുമൺ പോലീസ് കോൺസ്റ്റബിൾ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 24, if you went there you dash him. Option A, can see. B, could see. C, could have see. D, see.
ഇത് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 2016 ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. The next question. If you invited her, she dash come. Option A. Would, B will, C had, D would have. The next question. If you drove fast, you dash there in time. Option A. Will reach, B would reach, C would have reached, D reached. ഏതാണ് ഇത്? 2016 കോൺഫിഡൻസ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 വേരിയസ് ഗവൺമെന്റ് ഓൺ കമ്പനീസ് കോർപ്പറേഷനിൽ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വേഗം ചെയ്തോളൂ കേട്ടോ. The next question. If you study well, you dash. Option A. Will succeed. Option B. Succeed. C. Will have succeed. D would succeed. Okay then, next question. If the computer 28th question ആണ്. If the computer dash on, he would send emails. Option A was, B has, C B, D is. The next question. If you work hard dash. If you work hard dash. Option A. 29th question ആണ്. You would succeed. You will succeed. You would have succeed. You would fail. Okay. 30th question like. If you had warned him, he dash take in the motorbike. Option A wouldn't have, B will be, C didn't have, D shall have. Okay, hello. The next question. 10 second ഒക്കെ മതി. Okay. At this. Unless you change your habits. Option A. You would suffer. B. You should suffer. C. You will suffer. D. You shall suffer. ഇതും 2016 ചോദിച്ചിരിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. മതിയല്ലോ. പെട്ടെന്ന് നമ്മൾ ചെയ്യണം കേട്ടോ. നമ്മൾ PSC അതാണ് നമുക്ക് വേണ്ടത് അല്ലേ. ശരിയായ ഉത്തരം വേഗത്തിൽ ആൻസർ ചെയ്യുമ്പോഴാണ് നമ്മൾ മിടുക്കന്മാരും മിടുക്കികളാവുന്നത്. 32ാമത്തെ ക്വസ്റ്റ്യൻ. If you had come, I dash for you. Option A would wait, B will wait, C would have waited, D will have waited. Store issue grade 2 KSRTC store keeper KTDC 2016 senior lecturer 2016 ചോദിച്ചിരിക്കുന്ന ഒരു മറ്റൊരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ എന്തായാലും നമുക്കൊരു കാര്യം പിടികിട്ടി അല്ലേ. if clause മിക്കതിലൊക്കെ ചോദിക്കുന്നുണ്ട്. The next question. 33. If I were the minister of education. Option A I will cancel all examination. കൊള്ളാല്ലേ. Option B I would have cancelled all examinations. Option C I would cancel all examination. D I will have cancelled all examination. എന്തായാലും കൊള്ളാമല്ലേ. നല്ലൊരു ക്വസ്റ്റ്യൻ. ട്രേഡ്മാൻ 2016 ചോദിച്ചിരിക്കുന്ന രസകരമായ ഒരു ചോദ്യമാണ് അല്ലേ. ഞാൻ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നെങ്കിൽ നമ്മള് സ്വപ്നത്തിൽ കാണുന്ന ഒരു കാര്യമാണ് അല്ലെ. വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നെങ്കിൽ എല്ലാ ദിവസവും പിള്ളേർക്ക് ലീവ് കൊടുക്കും. അതുപോലെ എക്സാമിനേഷൻ ക്യാൻസൽ ചെയ്യുന്നുള്ള കാര്യമാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 34ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. Dash I would have bought a Ferrari. കൊള്ളാം, അതും കൊള്ളാം. ഓപ്ഷൻ എ if I had enough money. B if I had enough money. ഓപ്ഷൻ സി if I would have enough money. D if I would had enough money. അല്ലെ, നമുക്ക് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അല്ലെ, ബെൻസ് വാങ്ങണം, BMW എല്ലാവർക്കും വാങ്ങണൊക്കെ ആഗ്രഹം ഉണ്ടാവും അല്ലെ. നമ്മുടെ കയ്യിൽ കാശ് വേണം അല്ലെ.
കാശ് വേണമെങ്കിൽ നമുക്ക് ജോലി കിട്ടണം അല്ലേ? നമ്മൾ എന്തായാലും ഒരു ഗവൺമെന്റ് ജോലിയൊക്കെ കിട്ടിയിട്ട് നമ്മൾ വാങ്ങും. അപ്പൊ എന്താണ്? ആൻസർ ചെയ്തോളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ 35ാമത്തെ ക്വസ്റ്റ്യൻ. You will get high mark dash. Option A, if you worked harder. B, if you had worked hard. C, if you has worked hard. D, if you worked hard. അപ്പൊ ഇതിനകത്ത് ഏതാണ്? 2016 LD ക്ലർക്ക് ചോദിച്ചിരിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. അല്ലല്ലേ നമ്മൾ പഠിച്ചാലല്ലേ നമുക്ക് കിട്ടുള്ളൂ മാർക്ക്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് സംശയിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലേ? അതെ. അടുത്ത ക്വസ്റ്റ്യൻ. If you dash 36 കേട്ടോ. If you dash up early, you could see the sunrise. Option A, wake. B, wake. C, walk. D, walk. LDC various കന്നഡ ആൻഡ് മലയാളം 2016 ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നല്ല രസമുണ്ടല്ലോ കേൾക്കാൻ, എല്ലാം ഒരു ഫ്ലോ ഉണ്ട്, കൊള്ളാം. അടുത്ത ക്വസ്റ്റ്യൻ പോകാലോ. 37ാമത്തെ ക്വസ്റ്റ്യനിലേക്ക്. If he asked me, I dash it to him. Option A, would have given. B, will give. C, will have give. D, would give. കിട്ടിയാ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് 2015 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. 38ാമത്തെ ക്വസ്റ്റ്യൻ. If I wanted to learn Italian, I dash to Italy. Option A, will go. B, would have gone. C, would go. D, will have gone. നോക്കിക്കോ. ഇതിനൊക്കെ ഇറ്റലി തന്നെ പോണോന്നുണ്ടോ? പഠിക്കണോന്ന് വെച്ചാൽ എവിടെ നിന്നാലും പഠിച്ചൂടെ അല്ലേ? ഇത് ചോദിച്ചിരിക്കുന്നത് 2015 കേട്ടോ. LDC തന്നെയാണ്, കന്നഡ മലയാളം. യെസ്, ഇതിന് 2015 തന്നെ ചോദിച്ചിരിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 39ാമത്തെ ക്വസ്റ്റ്യനിലേക്ക്. ചൂസ് ദി കറക്റ്റ് സെന്റൻസ്. എന്താണപ്പാ? നോക്കാം. ഓപ്ഷൻ എ, ഇഫ് യു ബൈ. കൊള്ളാം. ഇഫ് യു ബൈ എ BMW കാർ. കുറച്ചു നേരം മുന്നേ ഞാൻ പറഞ്ഞോളൂ. ഇറ്റ് വുഡ് കോസ്റ്റ് യു എ ലോട്ട് ഓഫ് മണി. Option B, if you bought a BMW car, it will cost you a lot of money. Option C, if you buy a BMW car, it would have cost you a lot of money. Option D, if you had bought a BMW car, it would have cost a lot of money. എങ്ങനെയെങ്കിലും ഒരു BMW കാർ വാങ്ങപ്പാ അല്ലേ? യെസ്, നോക്കിക്കോളൂ കേട്ടോ. ഇതെന്താ പറഞ്ഞിരിക്കുന്നത്? കറക്റ്റ് സെന്റൻസ് ആണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. BMW കാറിൽ മാത്രം നോക്കണ്ട, നമ്മൾ എവിടെയാ നോക്കണ്ടേ? കറക്റ്റ് സെന്റൻസിലേക്കാണ്. ഇത് 2015 ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ചു വായിക്കാം കേട്ടോ. ശ്രദ്ധിച്ചു വായിച്ചാൽ അതിനകത്ത് ഒന്നില്ലെങ്കിൽ നിങ്ങൾ തെറ്റായത് മാറ്റി കളയാനുള്ള ഒരു പരിപാടി പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ശരിയുള്ളത് നോക്കി കണ്ടുപിടിക്കുക. ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് നിങ്ങൾ നോക്കുക കേട്ടോ. ഒന്നില്ലെങ്കിൽ ഓപ്ഷൻ കട്ട് ചെയ്ത് പഠിക്കുക, അതായിരിക്കും നല്ലത്. അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. Pick out the correct sentence from the option. ഇതും അത് തന്നെയാണ്. കറക്റ്റ് സെന്റൻസ് ഏതാന്ന് പറയാനാ പറഞ്ഞിരിക്കുന്നത്. നോക്കാം നമുക്ക്. If you study well, you would pass the examination. B, if you study well, you will pass the examination. C, if you studied well, you will pass the examination. Option D, if you have studied well, you would pass the examination. എന്തായാലും പാസ്സാവും. പാസ്സാവണമെങ്കിൽ എന്ത് വേണം? നമ്മൾ മര്യാദക്ക് പഠിക്കണം. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുക കേട്ടോ. അപ്പൊ എന്തായി? ആൻസർ ഒക്കെ ഏകദേശം സെറ്റായെന്ന് വിചാരിക്കുന്നു, കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോ ഈ ക്ലാസ് പുതിയതായി കാണുന്നവരോട് പറയുന്നതാണ്, കഴിഞ്ഞ ദിവസം ഒരു ലൈവ് സെഷൻ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിന്റെ റൂൾസ് അടങ്ങുന്ന ഒരു ക്ലാസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ റൂൾസ് ഒക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ ഞാൻ താഴെ കാണുന്നിരിക്കുന്ന ടെലഗ്രാം _PSC എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. അതിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ ലിങ്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ല എങ്കിൽ നിങ്ങൾ കമന്റിൽ ചോദിച്ചാലും മതി, ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഇതിന്റെ ക്ലാസ് എക്സ്പ്ലനേഷനോട് കൂടിയുള്ള ക്ലാസ് നിങ്ങൾക്ക് വേണം എന്ന് ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തും. ഓക്കെ, അപ്പൊ എല്ലാവരും 40 ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്ത് നല്ല മിടുക്കന്മാരും മിടുക്കികളായിട്ട് ഇരിക്കുകയായിരിക്കും. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്കൊന്ന് കണ്ടാലോ? ആൻസർ കാണാം. ഈ കിടക്കുന്നതാണ് കേട്ടോ ആൻസർ. ഇതിനകത്ത് തന്നിരിക്കുന്ന ആൻസറുകൾ ഓപ്ഷൻ നമ്പർ നോക്കി നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് ഉണ്ടാവുമല്ലോ, അത് വെച്ച് നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്തിരിക്കുക കേട്ടോ.
ഇത് നോക്കുക. 1A 2B എന്നൊക്കെ പറഞ്ഞ് ആൻസർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, അത് നോക്കിയതിനു ശേഷം എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടി എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്തേക്കാം, കമന്റിൽ രേഖപ്പെടുത്തണം കേട്ടോ. എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടി എന്ന് കൂടെ കമന്റിൽ പറയണം. ഓക്കെ ഓക്കെ ദെൻ. അപ്പൊ എല്ലാവർക്കും താങ്ക് യു ആൻഡ് താങ്ക് യു സോ മച്ച്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തേക്കാം. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാം. ഞാൻ പറഞ്ഞിരുന്നു 3K ആകുമ്പോഴേക്കും ബുക്ക് 5 പേർക്ക് കൊടുക്കുന്നുണ്ട്. മലയാളം ബുക്കാണ് നമ്മൾ കൊടുക്കുന്നത് 5 പേർക്കായിട്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ആ പുസ്തകം വീഡിയോയിൽ കാണിച്ചിരുന്നു ഏതൊക്കെയാണെന്ന്. അപ്പൊ എല്ലാവരും അതുകൂടെ ഒന്ന് നമ്മുടെ ക്ലാസ്സൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടിന്മേലാണ് എൻ്റെ ക്ലാസ്സുകളൊക്കെ പോകുന്നത്. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ആൻഡ് താങ്ക് യു സോ മച്ച്. you